ഈ ഒരു പാക്കിലാണ് ഈ ഒരു മാട്രസ് വന്നത്. ഇപ്പോൾ നോക്കിയേ, ഇത് കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഒരു സൈസിലുള്ള മാട്രസ്സാണ് ഈ ഒരു ചെറിയ പാക്കിൽ വന്നത്. ഇത് പാക്ക് ചെയ്യുന്നത് മൊത്തം മെഷീൻ പാക്കിംഗ് ആണ്. എയർ മുഴുവൻ വാക്യൂം ചെയ്ത് കളഞ്ഞാണ് പാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ചെറിയൊരു ബോക്സിൽ നമുക്ക് ഈ ഒരു മാട്രസ് ലഭിക്കുന്നത്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എയർ കയറാൻ തുടങ്ങും. എയറൊക്കെ വന്നു കഴിയാൻ നേരത്ത് നമുക്ക് ഈ ഒരു വലിയ സൈസിലേക്ക് അത് മാറും. സ്ലീപ്പി ഹെഡ് മാട്രസ്സാണ് ഈ ഒരു ടെക്നോളജി കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവരുടെ ഒരു മാട്രസിലാണ് ആദ്യം കാണുന്നത്. നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുന്ന നേരത്ത് വലിയ സൈസിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോകാൻ അല്പം ബുദ്ധിമുട്ടാണ്. തിരിച്ച് നമുക്ക് ഈ ഒരു വലിയ മാട്രസ് ഈ ഒരു ചെറിയ ബോക്സിലേക്ക് വെക്കാനായിട്ട് പറ്റില്ല. നമുക്ക് മാട്രസ് പല സൈസിൽ അവൈലബിൾ ആണ്. നമ്മുടെ ബെഡിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ക്യൂൻ, കിങ്, അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ, അതുപോലെ തന്നെ ഡബിൾ കോട്ട്, അപ്പോൾ അങ്ങനെ പല സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് വെച്ചാൽ കിങ് സൈസിലുള്ളതാണ്. കിങ് സൈസിൽ തന്നെ പല സൈസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ വാങ്ങിയത് 78x72x8 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ തിക്നെസ് വരുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു തിക്നെസ്സുള്ള ബെഡാണ് ഞാൻ വാങ്ങിയത്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ 8 ഇഞ്ച് എന്ന് പറയുന്നത്. തിക്നെസ് കൂടുന്തോറും നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് കൂടും. അതുകൊണ്ടാണ് ഞാൻ 8 ഇഞ്ച് എടുത്തത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇൻറ്റീരിയർ ചെയ്തപ്പോൾ ഈ ഒരു ബെഡ് ഡിസൈൻ ചെയ്തത് ഞാൻ ആദ്യം ഈ ഒരു മാട്രസ്സാണ് വാങ്ങുന്നതെന്ന് തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സൈസിലാണ് നമ്മൾ ഈ ഒരു ബെഡ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാട്രസ് വാങ്ങുന്ന മുമ്പ് നിങ്ങളുടെ നിലവിലുള്ള കട്ടിലിൻ്റെ നിങ്ങളുടെ ലെങ്തും വിഡ്ത്തൊക്കെ നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് കറക്റ്റ് അളവിലുള്ള നിങ്ങളൊരു മാട്രസ് ഓർഡർ ചെയ്യുക. തിക്നെസ് ഏറ്റവും കൂടിയത് എടുക്കുന്നതായിരിക്കും ബെറ്റർ. മിനിമം ഒരു 6 ഇഞ്ചെങ്കിലും എടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ വേണമെങ്കിൽ 8 ഇഞ്ച് തന്നെ എടുക്കുക. തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഫീൽ നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്ന മാട്രസ് എന്ന് വെച്ചാൽ PC കൂളിംഗ് ടെക്നോളജിയുള്ള 3 ലെയർ മാട്രസ്സാണ്. മുൻപ് ഞാൻ വീട്ടിലേക്ക് ഇതിൻ്റെ വേറൊരു മോഡൽ വാങ്ങിയിരുന്നു, ഈ ഒരു PC കൂളിംഗ് ടെക്നോളജി ഇല്ലാത്ത മോഡൽ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് ഈ ഒരു മാട്രസ്, അതായത് PC കൂളിംഗ് ടെക്നോളജിയുള്ള മാട്രസിന് കുറച്ചുകൂടി സോഫ്റ്റ്നെസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലെയർ കൂടി ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സോഫ്റ്റ്നെസ് ഈ ഒരു മാട്രസിന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നമുക്ക് ഇതിനകത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു കവറുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനകത്തൊരു പ്രൊട്ടക്ടർ ഇട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ നോർമലി വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ബെഡ് വരുന്നത്, വൈറ്റ് കളറിലാണ് വരുന്നത്. അതുകൂടാതെ നമുക്ക് ആ ഒരു കവർ ഊരി കഴുകാനായിട്ടൊരു സിബ്ബൊക്കെ ഉണ്ട്. ഈ സിബ്ബ് ഊരി നമുക്ക് കഴുകിയൊക്കെ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ആണ് പല ലെയറിലായിട്ട് നമുക്ക് ഈ ഒരു ബെഡ് വരുന്നത്. ഫസ്റ്റ് ലെയർ എന്ന് വെച്ചാൽ PC കൂളിംഗ് ടെക്നോളജിയുടെ ആ ഒരു സംഭവമാണ്. സെക്കൻഡ് പിന്നെ ഫോം, അങ്ങനെ ഒരു 3 ലെയറൊക്കെ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നോർമലി ഇപ്പോൾ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ പുറത്തേക്ക് വീണാൽ അത് വാട്ടർ റെസിസ്റ്റൻ്റ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു മാട്രസ് കവർ വാങ്ങിയിട്ടത്. അപ്പോൾ മാട്രസ് കവർ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകത്തില്ല. അപ്പോൾ ഈ ബെഡ് വാങ്ങുന്ന ഒരു കവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ കൊള്ളാം. ഇവരുടെ സ്വന്തം ബ്രാൻഡിൻ്റെ കവറുണ്ട്. അതുപോലെ തന്നെ സ്ലീപ്പി ക്യാറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഉണ്ട്. ഞാൻ വാങ്ങിയത് സ്ലീപ്പി ക്യാറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പ്രൊട്ടക്ടറാണ്. സൈസ് നമുക്ക് ഫിറ്റായിരിക്കും. നമുക്കിത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 8 ഇഞ്ചാണെങ്കിലും 6 ഇഞ്ചാണെങ്കിലൊക്കെ സൈസ് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അതിലേക്ക് എടുത്ത് ഇങ്ങനെ വലിച്ചിടാവുന്നേ ഉള്ളൂ. നമുക്ക് ഈ ഒരു പാക്കിൽ വരുന്ന മാട്രസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുന്ന നേരത്ത് കുറച്ച് ടൈം കൊണ്ട് തന്നെ അത് വികസിച്ച് വരും. എങ്കിലും ഒരു 48 മണിക്കൂറൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ആക്ച്വൽ ഫിനിഷിലേക്ക് ആ ഒരു ബെഡ് വരത്തുള്ളൂ. ഇപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു ആക്ച്വൽ ഫിനിഷിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചവിട്ടുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ അങ്ങ് കുഴിഞ്ഞു പോകും കേട്ടോ. അത്ര ഒരു എഫക്റ്റ് അവിടെ ഉണ്ട്. പക്ഷേ നോർമൽ സ്പ്രിംഗ് മാട്രസുമായിട്ട് ഒന്ന് നോക്കാൻ നേരത്ത് അത്രയ്ക്ക് വലിയൊരു ആ ഒരു എഫക്റ്റൊന്നും നമുക്ക് ഈ ഒരു ബെഡിലില്ല. അതായത് നല്ലൊരു കാര്യമാണ്. കാരണം സ്പ്രിംഗ് മാട്രസ് ആണെങ്കിൽ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയാൻ നേരത്ത് ഇതിങ്ങനെ കുഴിഞ്ഞിങ്ങനെ കിടക്കും. ബെഡ് മൊത്തത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കിടക്കുന്ന ഏരിയ കുഴിഞ്ഞു പോകും. പക്ഷേ ഈ ഒരു മാട്രസിൽ അങ്ങനെ വരത്തില്ല. കാരണം ഈ ഒരു മാട്രസിൽ സ്പ്രിംഗ് ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ ഫോമിലാണ് നമുക്ക് ആ ഒരു എഫക്റ്റ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കിടക്കാൻ നേരത്ത് നമ്മളുടെ ബോഡിയുടെ ആ ഒരു പ്രഷർ അനുസരിച്ച് ആ ഒരു ഭാഗം മാത്രമേ നമുക്കിങ്ങനെ ആ ഒരു കുഷനിങ് എഫക്റ്റ് വരികയുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചവിട്ടിയാൽ ആ ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് ആ ഒരു എഫക്റ്റ് വരത്തുള്ളൂ. ബാക്കി ഏരിയയിൽ ആ ഒരു എഫക്റ്റ് വരത്തില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കിടക്കുകയാണ്, അവിടെ വേറൊരാൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് എണീച്ച് പോയി കഴിഞ്ഞാൽ മറ്റേ ആൾക്കത് ഡിസ്റ്റർബ് ഉണ്ടാക്കില്ല. നോർമൽ ബെഡാണെങ്കിൽ ഇവിടെ നിന്ന് എണീക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ്രേഷൻ അങ്ങേ ഏരിയ വരെ ചെല്ലും. പക്ഷേ ഈ ഒരു മാട്രസിന് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. എന്തായാലും മാട്രസ് എന്തായാലും കൊള്ളാം, ഇഷ്ടമായി. ഞാനിത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി നോക്കി. അതിനുശേഷം വേറൊരു ഫ്രണ്ട് എടുത്തു. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും റിവ്യൂ നോക്കിയ ശേഷമാണ് ഈ ഒരു മാട്രസ് ഞാൻ ഫിക്സ് ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ ഒരു ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു ബെഡ് ഡിസൈൻ ചെയ്ത് അതനുസരിച്ച് ഓർഡർ കൊടുത്തൊരു മാട്രസ് എടുക്കാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ അതിന് ശേഷം മാറ്റിയാണ് ഇപ്പോൾ സ്ലീപ്പി ഹെഡ് തന്നെ എടുക്കാമെന്ന് കരുതി അതനുസരിച്ചുള്ളൊരു ബെഡ് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്തത്.